ഞാൻ ഇന്ന് എടുക്കുന്ന വീഡിയോ ഒരു എലക്ട്ര 5 സ്പീഡ് സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയാണ്. ഇത് കുറച്ച് ലോങ്ങിൽ നിന്ന് വന്ന വണ്ടിയാണ്, പാലക്കാട് നിന്ന് വന്ന വണ്ടിയാണ്. നമ്മുടെ അടുത്തേക്ക് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി വന്ന വണ്ടിയാണ്. അതായത് സെൽഫ് സ്റ്റാർട്ട് വണ്ടി എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് നമ്മുടെ ഇന്നത്തെ കാലത്ത് UC എഞ്ചിനൊക്കെ വരുന്നതിന് മുമ്പ് സാധാരണ ലെഫ്റ്റ് സൈഡ് ഗിയറുമായിട്ട് വന്നൊരു വണ്ടിയാണ് 5 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നത്. ഇത് കുറച്ച് നൈറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഇങ്ങനത്തെ വണ്ടികൾ എടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ വണ്ടി ഓടിച്ച് നോക്കിയിട്ടില്ല, ഫസ്റ്റ് ഓടിക്കുന്നത് അതല്ല. ഈ വണ്ടി ആദ്യമായിട്ട് ഓടിക്കുകയാണ്, എന്തെങ്കിലും കംപ്ലയിൻസ് എന്താണെന്ന് അറിയില്ല. എന്നാൽ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള വീഡിയോൻ്റെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ ഓടിച്ചിട്ടൊരു കാര്യം പറയാം. സെൽഫ് നോട്ടെ, അപ്പോൾ ഇതിൻ്റെ എനിക്ക് പറയാനുള്ളത്, വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ ഒരു ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നൊരു ഫീൽ ശരിക്ക് ഒരു എലക്ട്ര 5 സ്പീഡിന് സെൽഫ് അടിച്ചിട്ട് കേട്ടോ. സെൽഫ് അടിക്കുമ്പോൾ ഒരു ബുള്ളറ്റിൻ്റെ ഒരു പഞ്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടുന്നുണ്ട്. നൈറ്റാണ്. ഇന്ന് പറയുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം കാണാനൊന്നും ഉണ്ടാവില്ല, നൈറ്റ് റൈഡിങ് ആണ്. അതായത് ഷോപ്പിലാണുള്ള തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ ഈ വണ്ടിക്ക് ഒരു കൊണ്ടുവന്ന് റെസ്റ്റോറേഷൻ ക്ലാസിക്കിൻ്റെ രൂപത്തിലാക്കുക എന്നാണ് നമ്മോട് പറഞ്ഞേക്കുന്നത്. അത് ഞാനിപ്പോൾ നാളെ വീഡിയോ എടുക്കുന്നതിൻ്റെ മുന്നുള്ള കറക്റ്റിൽ വീഡിയോൻ്റെ വണ്ടിയുടെ ഫോട്ടോസും അല്ല വീഡിയോസും അതേമാതിരി അത് കഴിഞ്ഞിട്ടുള്ള റിസർവേഷന് ശേഷവും കാണിച്ചു തരാം. അതിൻ്റെ ഓരോ കാര്യങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഞാൻ ഇതുവരെയുള്ള വീഡിയോസിൽ അങ്ങനത്തെ ഒരു അപ്ലോഡിങ് അത് ശ്രമിച്ചിട്ടില്ല. പിന്നെ CI എഞ്ചിൻ വണ്ടി എന്ന് പറഞ്ഞാൽ കാസ്റ്റൈൻ എഞ്ചിൻ വണ്ടി, കാസ്റ്റൈൻ ബ്ലോക്ക് വരുന്ന വണ്ടിക്ക് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ എലക്ട്രാറിന് വണ്ടി നല്ല സുഖമുള്ള വണ്ടിയാണ് കേട്ടോ. ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന എല്ലാ ഫീലും കിട്ടുന്നൊരു വണ്ടിയാണ്. മാത്രമല്ല നമുക്ക് ലെഫ്റ്റ് സൈഡ് ഗിയർ എന്ന് പറഞ്ഞാൽ ഗിയറും മറ്റേ സാധാ CI എഞ്ചിന് വേണ്ടി റൈറ്റ് സൈഡ് ഗിയറുമായിട്ടുള്ള ഒരു മാറ്റം പെട്ടെന്നുള്ള ഒരു വിഷയങ്ങളൊന്നും ഇതിന് ബാധിക്കില്ല. സാധാ ബൈക്കൊക്കെ ഓടിച്ചിട്ട് പെട്ടെന്ന് ഈ വണ്ടീൻ്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ആളുകൾ പെട്ടെന്ന് ഗിയറും ബ്രേക്കും മാറിപ്പോകുന്നൊരു വിഷയം ഉണ്ടാവും. ആ ഒരു വിഷയം ഇല്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നത്തെ പിന്നെ ടൈമിൽ നിയമം നമ്മുടെ സൈലൻസർ മാറ്റിയിട്ട് പൊട്ടിച്ച് പോകാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെ ഈ ഒരു വണ്ടിക്കൊരു ബാധകമല്ല എന്നുള്ളതാണ്. കാരണം അത്യാവശ്യം ഒരു സൈലൻസർ മാറ്റിയിട്ട് അങ്ങനത്തെ ഒരു സൈലൻസർ വരാത്തത് കൊണ്ട് തന്നെ സൈലൻസർ മാറ്റിയിട്ട് ഓടാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമുക്ക് പൊട്ടിച്ച് വണ്ടി കൊണ്ട് നടക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. ഇലക്ട്രിക് വരുന്ന ഹാൻഡിൽ ബാർ എന്ന് പറഞ്ഞപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഏകദേശം സെയിം ഹാൻഡിൽ ബാർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റൈഡിങ് കംഫേർട്ട് ഉണ്ട് വണ്ടിക്ക്. നല്ല സുഖമുണ്ട് കേട്ടോ വണ്ടി ഒന്നും പറയാനില്ല, നല്ല സുഖമുണ്ട് വണ്ടി. എനിക്ക് തോന്നുന്നു UC വണ്ടി ഓടിക്കുന്നേക്കാളും കുറച്ചുകൂടെ ഒരു സുഖം ഇത് കിട്ടുന്നുണ്ട്. രണ്ട് കാര്യം, ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, സെൽഫ് സ്റ്റാർട്ട് ഉണ്ട്, CI എഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇതിന് കിട്ടുന്നുണ്ട്. കാരണം CI എഞ്ചിനേക്കാളും വളരെ വൈബ്രേഷൻ കുറവാണ് ഈ ഒരു വണ്ടി. UC എഞ്ചിനേക്കാളൊക്കെ വൈബ്രേഷൻ കുറവുള്ള വണ്ടിയാണ് CI എഞ്ചിൻ വരുന്നത്. ഇതിൽ ക്രാങ്ക് വെയിറ്റ് അപ്ഗ്രേഡ് ചെയ്യണം എന്നാണ് കസ്റ്റമറോട് പറഞ്ഞിരിക്കുന്നത്. സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയാണ്. അത് വണ്ടി അയച്ചതിന് ശേഷം ഡിസ്മാൻഡിൽ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്രാങ്കിൻ്റെ ഇപ്പോൾ നിലവിലുള്ള വെയിറ്റ് നമ്മൾ കൂട്ടാൻ പോകുന്ന വെയിറ്റുകളൊക്കെ നേരിട്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത് തരാം, കാണിച്ചു തരാം. കാരണം എലക്ട്ര എന്ന വണ്ടി സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടിയല്ല, നോർമലായിട്ട് കിക്ക് സ്റ്റാർട്ടുള്ള വണ്ടിയേക്കാൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ വണ്ടി തപ്പി പിടിക്കുകയാണെങ്കിൽ ഒരു ഗസ്റ്റ് മാർക്കറ്റിൽ അത്യാവശ്യം ഇപ്പം ഒരു കുറഞ്ഞ വില എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ വിലക്ക് ഇപ്പോൾ സാധാ UC ക്ലാസിക് വണ്ടികളൊക്കെ കിട്ടും. ചെറിയ വില മാറ്റം മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. അല്ലാതെ ഡൗണൊന്നും CI എഞ്ചിൻ വണ്ടിക്ക് ആയിട്ടില്ല, ഒരു കാലത്തും ഡൗൺ ആയിട്ടില്ല.
ആ ഒരു നിശ്ചിതമായിട്ടൊരു മാർക്കറ്റ് എപ്പോഴും നിലനിന്ന് പോകുന്ന വണ്ടിയാണ് CNG വണ്ടി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വണ്ടി ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഈ വണ്ടി ഒരു ക്ലാസിക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എപ്പോഴും ആ ഒരു പഴയ വണ്ടികൾ ആ തനിമ നിലനിർത്തിക്കൊണ്ട് പിന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്യുമ്പോൾ അത് ശരിക്കും അതിന് ഒരു പുതുമ കിട്ടുള്ളൂ. അതായത് ആളുകളുടെ ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതാണെങ്കിൽ നോട്ടീസബിൾ ആവണം എന്നുണ്ടെങ്കിൽ ഒരു CI എഞ്ചിൻ വണ്ടി അതേമാതിരി റീസ്റ്റോർ ചെയ്ത് പുത്തനാക്കി കൊണ്ടെടുക്കുമ്പോഴേ പെട്ടെന്ന് അതിൻ്റെയൊക്കെ ആളുകളെ ശ്രദ്ധ പതിയുള്ളൂ. എഞ്ചിൻ്റെ മുകളിലേക്ക് പെട്ടെന്ന് ശ്രദ്ധ പതിയില്ല. എന്നാൽ കസ്റ്റമർ കൺഫേം ചെയ്തിട്ടില്ല, അതായത് ക്ലാസിക് ആക്കണോ അതല്ലെങ്കിൽ വിൻറ്റേജ് ടൈപ്പിലേക്ക് ആക്കണോ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടോർക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വണ്ടി എടുക്കുമ്പോൾ മെയിൻ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ഓടിച്ച് നോക്കി എഞ്ചിനൊക്കെ ഫിറ്റായ വണ്ടികൾ, പരമാവധി എഞ്ചിൻ ഫിറ്റായ വണ്ടികൾ മാത്രം എടുക്കുക കേട്ടോ. കാരണം CNG എന്ന് പറഞ്ഞ വണ്ടി നല്ല രീതിയിൽ വർക്ക് എടുക്കാത്ത സ്ഥലങ്ങളിലൊക്കെ കിട്ടിയതാണെങ്കിൽ നശിപ്പിച്ച വണ്ടികളൊക്കെ ഉണ്ടാവാം. വർക്കൊക്കെ എടുത്തിട്ട് എന്താ പറയുക, എല്ലാവരും വർക്ക് എടുക്കില്ല. പഴയ വണ്ടികൾ എപ്പോഴും ആ പഴയ എക്സ്പീരിയൻസിലെ ആൾക്ക് തന്നെ എടുത്ത് ഫലിപ്പിക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ എൻ്റെ സമയത്തോളം ഇപ്പോൾ ഞാൻ എല്ലാ വണ്ടിയും ഓടിക്കുന്ന ആളായത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇലക്ട്ര വണ്ടി നിങ്ങൾ എടുക്കണം എന്ന് ഞാൻ പറയില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഒരു ബുള്ളറ്റ് എന്ന നിലയ്ക്ക് ഇതിന് സെൽഫും ഡിസ്കും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ, അതായത് സേഫ്റ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള ഒരു കിക്ക് അടിച്ചിട്ടുള്ള കാലുവേദനയിൽ നിന്ന് പൂർണ്ണമായ മോചനം നേടുക എന്നുള്ള സെൽഫ് സ്റ്റാർട്ടിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഇതിന് ഒരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. പിന്നെ ഇലക്ട്ര ക്രാങ്ക് വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ വണ്ടിക്ക് ഇപ്പോൾ എടുത്തങ്ങ് പോകാൻ പറ്റില്ല, ഹൈ സ്പീഡിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. എപ്പോഴും 60, 70, 80 സ്പീഡിലൊക്കെ മാക്സിമം യൂസ് ചെയ്യാന്നല്ലാതെ എപ്പോഴും 60, 70 സ്പീഡിലൊക്കെ ബുള്ളറ്റ് കൊണ്ട് ക്രൂസ് ചെയ്യാൻ ശ്രമിക്കട്ടെ. ഹൈ സ്പീഡ് എടുക്കാൻ അത്രത്തോളം വണ്ടി ശ്രമിക്കാനനുസരിച്ച് എഞ്ചിന് ഒരു നോക്കിങ് കൂടും, ക്രാങ്കിൻ്റെ ബെയറിംഗ് പെട്ടെന്ന് വീക്കാനുള്ള സാധ്യത കൂടുതലാണ്. ബുള്ളറ്റ് എപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ഉപയോഗിച്ച് കൊണ്ടെടുക്കുകയാണ്. ടോർക്ക് ആസ്വദിച്ച് പോവുക എന്നുള്ളതായിരിക്കണം ബുള്ളറ്റ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ ലക്ഷ്യം. ആ ലോ എൻഡ് ടോർക്ക് ആസ്വദിച്ച് അനുഭവിച്ചറിഞ്ഞ് പോവുക. അങ്ങനെയാണ് നിങ്ങൾ കൊണ്ടെടുക്കുന്നതെങ്കിൽ ബുള്ളറ്റ് നിങ്ങൾക്ക് ഒരു പണിയും തരില്ല. അതായത് KTM ഡ്യൂക്കൊക്കെ എടുക്കുന്ന മാതിരി അതേമാതിരി ഒരു പെർഫോമൻസ് വണ്ടിയായിട്ട് ഒരിക്കലും റോയൽ എൻഫീൽഡിനെ കാണരുത്. അത് റോയൽ എൻഫീൽഡിൻ്റെ കാറ്റഗറി വേറെ തന്നെ ഉണ്ട്, അതിനായിട്ടുള്ള വണ്ടികൾ വേറെ ഉണ്ട്. റോയൽ എൻഫീൽഡ് 500 എടുക്കുകയാണെങ്കിലും കൂടെ അതിൻ്റെ ഒരു ടോർക്ക്, ഹൈ ടോർക്ക് നമ്മൾ ആസ്വദിക്കുക. അതേമാതിരി ഒരു 70, 80, 90 സ്പീഡിലൊക്കെ ക്രൂസ് ചെയ്യുക. 100+ ഒക്കെ പിടിച്ച് കഴിഞ്ഞാൽ അതും 500 cc ക്രാങ്കിൻ്റെ ഒരു നോയ്സ് വല്ലാതെ വരാറുണ്ട്, കംപ്ലൈൻറ്റ് ആവാറുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യ ഘട്ടങ്ങൾ പവർ യൂസ് ചെയ്യുക എന്നല്ലാതെ, ആ ഒരു പവർ ഓവർടേക്കിൻ്റെ സമയങ്ങളൊക്കെ യൂസ് ചെയ്യാനല്ലാതെ ഫുൾ ടൈം ഒരു 100+ പിടിച്ച് പോകുന്ന ആളുകൾക്കൊന്നും 500 വണ്ടി എന്നുള്ളത് പിന്നെ എനിക്ക് തോന്നുന്നു അത് ഒരു ക്രാങ്കിൻ്റെ വർക്ക് സ്ഥിരമായിട്ട് വരാൻ സാധ്യതയുള്ള വണ്ടിയാണ് UCയിൽ 500 വരുന്നത്. അപ്പോൾ UCൻ്റെ ഒരു 500 വണ്ടി നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, തണ്ടർബേർഡ് 500. ഞാൻ ഇതിപ്പോൾ കയറ്റം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ടോർക്ക് കാണിച്ചു തരാം. ഇത് ക്രാങ്ക് വെയിറ്റ് എന്നുള്ള സാധാ ഇലക്ട്ര വണ്ടിയാണ്. എന്നാൽ ക്രാങ്ക് വെയിറ്റ് എത്രയാണെന്നുള്ള കറക്റ്റ് ആയിട്ടിനെ തൂക്കി കാണിച്ചു തരാം. സെൽഫ് സ്റ്റാർട്ട് ഉള്ളത് കൊണ്ടല്ല വല്ലാതെ ഹൈ ആയിട്ട് ക്രാങ്കിൻ്റെ വെയിറ്റ് കയറ്റാനൊന്നും പറ്റില്ല. മോട്ടർ ചിലപ്പോൾ താങ്ങിക്കൊള്ളണം എന്നില്ല. ഇപ്പോൾ ടോർക്ക് ആസ്വദിക്കാൻ സമയത്ത് സ്റ്റാൻഡേർഡ് CI എഞ്ചിലെ സ്റ്റാൻഡേർഡ് ഹെവി വെയിറ്റ് ക്രാങ്ക് വണ്ടികൾക്കാണ് ടോർക്ക് ശരിക്കും ആസ്വദിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് ഒന്നുകൂടി ഒരു ഹൈ സ്പീഡ് കപ്പാസിറ്റി കൂടിയ വണ്ടിയാണ്. കുറച്ചുകൂടി നമ്മൾ എടുത്തിട്ട് ഓവർടേക്കിങ്ങിനെ കുറച്ചുകൂടെ ഒന്ന് പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഓവർടേക്കിന് കുറച്ചുകൂടെ നല്ല വണ്ടിയാണ് ഇലക്ട്ര വരുന്ന വണ്ടികൾ. ഇലക്ട്ര എന്ന് ഉദ്ദേശിക്കുന്ന ഇലക്ട്രോണിക്സ് ആണ്. ഹോണ്ട ഇലക്ട്ര വന്ന് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ടിംഗ് ആണ് വണ്ടി. ഇലക്ട്രോണിക്സ് പറഞ്ഞാൽ CDI യൂണിറ്റ് ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികൾക്കാണ് ഇലക്ട്രോണിക്സ് സ്റ്റാർട്ടിംഗ് ഇലക്ട്ര എന്ന് പറയുന്നത്. സാധാരണ പോയിൻ്റ് ഒന്നും ഇതിനുണ്ടാവില്ല, ഡെൽക്കോ യൂണിറ്റ് ഒന്നും ഉണ്ടാവില്ല. CB പോയിൻ്റ് ഞാനിത് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട് വണ്ടി. ഇപ്പോൾ വണ്ടി 30 സ്പീഡിലാണ് പോകുന്നത്. ടോപ്പ് ഗിയറിൽ തന്നെയാണ് വണ്ടിയുള്ളത്. ഞാൻ ഇതിൽ നിന്ന് ഗ്രാജുവൽ എടുത്ത് പോകാൻ കഴിയുമെന്നാണ് നോക്കുന്നത്. 30 നമുക്ക് എടുത്ത് പോകാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്, നോക്കണം. 30 തന്നെയാണുള്ളത്. ഗ്രാജുവൽ എടുത്ത് നോക്കുകയാണ്. പക്ഷെ വണ്ടാൽ ഇടിച്ച് നിൽക്കുന്നൊന്നുമില്ല, വണ്ടിയിൽ നിന്ന് എടുത്ത് പോകുന്നുണ്ട്. ഓക്കെ.
35 വണ്ടി സ്റ്റേബിളായി. 40 എത്തിയപ്പോൾ തന്നെ വണ്ടി സ്റ്റേബിളായി കേട്ടോ. നോക്കുക, 40 വണ്ടി സ്റ്റേബിളായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ടോർക്ക് ഈ വണ്ടി തരുന്നുണ്ട്. പിന്നെ എന്തിനാണ് അവർ ക്രാങ്ക് വെയിറ്റ് കൂട്ടുന്നതെന്ന് ചോദിക്കാൻ, കാരണം എനിക്ക് ക്രാങ്ക് വെയിറ്റ് കൂട്ടുന്ന വല്ല താല്പര്യമില്ല. വണ്ടിൻ്റെ ആ ഒരു ടോർക്ക്, ഓൾറെഡി ടോർക്ക് തരുന്ന വണ്ടിയാണ്. ഓടി സെറ്റായ വണ്ടികൾ ടോർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ക്രാങ്ക് വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ വണ്ടി ഒന്ന് സ്മൂത്തായി വരാൻ കുറച്ചൊരു സമയം എടുക്കും. പിന്നെ ഒന്നാമതൊരു ക്രാങ്ക് വെയിറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി സംബന്ധിച്ചിടത്തോളം അത്ര ഒരു നല്ലതല്ല. എന്നാലും ചെയ്യാറുണ്ട്. മോട്ടർ പെട്ടെന്ന് വീക്കാവാനുള്ള സാധ്യത കൂടുതലാണ്. അതേമാതിരി വൺ വേ ക്ലച്ചിനും വീക്കാവാനുള്ള സാധ്യത കൂടുതലാണ്. ഏതായാലും ആ രീതിയിൽ നമ്മൾ നോക്കിയിട്ടേ ക്രാങ്ക് വെയിറ്റ് ഇതിന് കൂട്ടുന്നുള്ളൂ. ഏതായാലും ഈ വണ്ടി തന്നെ നല്ല ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 30 ഒന്നും ഞാൻ പറയില്ല, 35 to 40 ബിലോ ടോർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ടി എടുക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ട് ഇതിൻ്റെ ശബ്ദം ഞാൻ കേൾപ്പിച്ചു തരാം. വണ്ടി നിർത്തിയതിൻ്റെ ശബ്ദം കേൾപ്പിച്ചു തരാം, എവിടെ ശ്രദ്ധിക്കണം എന്നുള്ളത്. പിന്നെ ബെയറിങ്ങിനൊക്കെ നോയ്സ് ഉണ്ട് കേട്ടോ. മെയിൻ ബെയറിങ്ങിനൊക്കെ സൗണ്ട് ഉണ്ട്. വണ്ടി നമ്മൾ റേസ് ആക്കുന്ന സമയത്ത് ഹമ്മിങ് നോയ്സ് വരുന്നുണ്ടെങ്കിൽ ഹമ്മിങ് നോയ്സ് അല്ല, ഒരു ഗ്രൈൻഡിങ് നോയ്സ് ഉണ്ട്, ലൈറ്റ് ഗ്രൈൻഡിങ് നോയ്സ് ഉണ്ട്. അപ്പോൾ ഒരു ബെയറിങ്ങിന് പ്രശ്നമുണ്ട് ഇതിന് വണ്ടിക്ക്. ഇപ്പോൾ ബുള്ളറ്റ് പുതിയതായി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ബുള്ളറ്റ് ഒരിക്കലും ഒരു ഹൈ സ്പീഡ് ഇത് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയല്ല. ബുള്ളറ്റ് ആ ഒരു 60-70 മാക്സിമം 60-70-80ൻ്റെ താഴോട്ട് പിടിച്ചിട്ട് ഓടേണ്ട ഒരു വണ്ടിയാണ്. ലോ ആൻഡ് ടോർക്ക് ആസ്വദിച്ച് മിഡ് റേഞ്ച് ലെവലിൽ കൊണ്ടുനടന്നു കഴിഞ്ഞാൽ പിന്നെ ക്രാങ്കിനൊന്നും വല്ലാതെ പണിയൊന്നും വരില്ല കേട്ടോ. നല്ല ലാസ്റ്റ് ചെയ്യും വണ്ടി. ഇതൊന്നും കൂടി സ്ലോ ഡൗൺ ചെയ്ത് നോക്കുകയാണേ. വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. മെയിനായിട്ട് ഞാൻ പറയാനുള്ളത്, എടുക്കുകയാണ് സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടി തന്നെ എടുക്കുക. ഇലക്ട്ര 5 സ്പീഡ് സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടികളുടെ ഇലക്ട്ര എടുക്കുന്നതിന് കുഴപ്പമില്ല. കിക്ക് സ്റ്റാർട്ട് വണ്ടിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാങ്ക് വെയിറ്റ് കൂട്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ലോ ആൻഡ് ടോർക്ക് കുറച്ച് എത്ര പോരാൻ തോന്നിയാൽ മാത്രം ക്രാങ്ക് വെയിറ്റ് കൂട്ടിയാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊന്നും വല്ലാതെ പൈസ ചിലവാക്കേണ്ട കാര്യത്തില്ല. റോയൽ എൻഫീൽഡ് ബുള്ളറ്റിൻ്റെ ആ ഒരു പഞ്ച് എന്തായാലും നമുക്ക് ഇലക്ട്രയും കിട്ടുന്നുണ്ട്. നോക്കാട്ടോ, ടോപ്പ് ഗിയറിലാണ്, 30 സ്പീഡാണ്. ഓക്കെ, നമുക്ക് 30. ഓക്കെ, ഇപ്പോൾ 30 ആണ്. എത്ര സ്റ്റേബിളാണ് നോക്കട്ടെ, പറഞ്ഞുതരാം. പിന്നെ ക്രാങ്ക് നോയ്സ് ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, 40 പ്ലസ് കിട്ടോ. 40+ ഇത് സ്റ്റേബിൾ ആവണമെന്നുള്ളൂ. അപ്പോൾ എൻ്റെ താഴോട്ട് നോക്കണ്ട. നേരത്തെ ഞാൻ വണ്ടി കയറ്റി ഇറങ്ങി ഒരു തള്ളലും കൂടി വണ്ടിക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് പോയത്. അപ്പോൾ 40+ ആണ് സ്റ്റേബിൾ ആകുന്നത്. അപ്പോൾ അതിനും കൂടുതലായിട്ട് നിങ്ങൾക്ക് 40ൻ്റെ ബിലോ ഒക്കെ വണ്ടി 30-35 പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാത്രം ക്രാങ്ക് വെയിറ്റ് കൂട്ടുക. ക്രാങ്ക് വെയിറ്റ് കൂട്ടുമ്പോൾ ചെറിയൊരു നെഗറ്റീവ് ഉണ്ടാകും, വണ്ടി പെട്ടെന്ന് എടുത്തങ്ങ് പോകുന്നില്ല കേട്ടോ. പെട്ടെന്ന് കയറ്റം വലിപ്പം ഒരിക്കലും ഹൈ റേഞ്ച് മേഖലയിലുള്ള ആളുകൾ വണ്ടി വലിയ കയറ്റമൊക്കെ വലിപ്പിക്കാനുള്ള സ്ഥലങ്ങളിലാണ് ഒരിക്കലും ക്രാങ്ക് വെയിറ്റ് കൂട്ടരുത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഇലക്ട്ര 5 സ്പീഡ് അല്ലെങ്കിൽ ഇലക്ട്ര വണ്ടികൾ, അതല്ലെങ്കിൽ സാധാ ക്രാങ്ക് വെയിറ്റ് ഇല്ലാത്ത വണ്ടികൾ മാത്രം ഉപയോഗിക്കാം. മറ്റേ വണ്ടികൾ ക്രാങ്ക് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ വണ്ടി വലിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇലക്ട്ര 5 സ്പീഡ് വണ്ടി ഇപ്പോൾ നാളെ ഇത് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം. അതിൻ്റെ കംപ്ലീറ്റ് റിസർവേഷൻ അയക്കുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. ഇലക്ട്ര 5 സ്പീഡ് നല്ല വണ്ടിയാണ്. ഒരു ബുള്ളറ്റ് ഓടിക്കുന്ന എല്ലാ പഞ്ചും CNG എല്ലാ ഗുണങ്ങളുമുള്ള ഒരു സെൽഫ് സ്റ്റാർട്ടും ഡിസ്പ്രേക്കുള്ള വണ്ടിയാണ് ഇലക്ട്ര 5 സ്പീഡ് സെൽഫ് സ്റ്റാർട്ട് വരുന്ന വണ്ടി. അതായത് എപ്പോഴും ഈ ഒരു കാലത്തും നമുക്ക് അതിൻ്റെ എല്ലാ എന്താ പറയുക, ഇതിൻ്റെ എല്ലാ സെൽഫും ഡിസ്ക്കും ഇതിൻ്റെ എല്ലാ അഡ്വാൻറ്റേജും ആസ്വദിച്ചുകൊണ്ട് CNG എല്ലാ സുഖങ്ങളും ആ ഒരു ലോൻ്റെ ടോർക്കും അനുഭവിച്ചുകൊണ്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ് ഇലക്ട്ര 5 സ്പീഡ്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൈലൻസറിൻ്റെ എക്സോസ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി വെച്ച് പോകാനും കൂടെ പറ്റും എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മറ്റേ ഈ ഒരു സമയത്തൊന്നും സൈലൻസറിൻ്റെ ഒരു വല്ലാത്തൊരു ശബ്ദം ഇല്ലാത്തൊരു സൈലൻസറൊന്നും ഇതിനൊന്നും വന്നിട്ടില്ല. 5 സ്പീഡിന് വന്നിരുന്നു, അന്നിപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ നമുക്ക് സൈലൻസറൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലും വലിയൊരു വിഷയമില്ലാത്തൊരു വണ്ടിയാണ്. ഞാനിത് കാണിക്കാൻ പോകുന്നത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഓക്കെയാണോ? ഈ ശബ്ദം നോക്ക് കേട്ടോ. ഞാൻ ത്രോട്ടിൽ കൊടുത്തു വിടുകയാണ്. ഈ ഒരു സൗണ്ട് വണ്ടിയിൽ വണ്ടി ഒരു എഞ്ചിൻ നമ്മൾ നെഞ്ഞത്തടിക്കാന്ന് പറയും, ഒരു നെഞ്ഞത്തടിക്കുന്ന മാതിരി എന്ന് പറയും. അപ്പോൾ നമ്മൾ എഞ്ചിൻ ഈ ത്രോട്ടിൽ കൊടുത്തതാക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു സൗണ്ട് വരുന്നത് നോക്കട്ടെ. അത് ഫ്ലോട്ടിംഗ് ബ്രഷ് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് നോയ്സാണ്. വണ്ടി ഇപ്പോൾ നിങ്ങൾ എടുത്തിട്ട് റീസ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ബുള്ളറ്റിൻ്റെ ആ ഒരു പഴയ ഒരു ലെക്ടറിൻ്റെ ആ ഒരു രൂപം ആസ്വദിക്കുന്ന ആളുകൾക്ക്, ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ല വണ്ടിയാണ്. നോക്കുക ഞങ്ങൾ അത് ചെറിയ വിലക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാവുന്ന വണ്ടിയാണ്. പിന്നെ പാർട്സിൻ്റെ കാര്യത്തിൽ റോയൽ എൻഫീൽഡിൻ്റെ കാര്യത്തിൽ യാതൊരു ടെൻഷൻ ആവശ്യമില്ല. എല്ലാ പാർട്സും അവൈലബിൾ തന്നെയാണ്. ഒരു എല്ലാ പാർട്സും 90% പാർട്സും അവൈലബിൾ തന്നെയെന്ന് പറയാം ഈ സമയത്തും. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ ഞാൻ പകൽ വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.